ഷിത ജഗത്ത് വിവരണവുമായി ചേരുന്നു സിത്താരയിൽ നിന്ന്. ഷിത, നിലവിൽ ആരൊക്കെയാണ് ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്? ഇനി ആരൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിനകം തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. പുലർച്ചെ മുതൽ തന്നെ ആളുകളുടെ സാഹിത്യ ലോകത്തെയും സിനിമാ ലോകത്തെയും ആളുകളുടെ വലിയ പ്രഗത്ഭരായ ആളുകളുടെ വരവായിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ. മോഹൻലാൽ രാവിലെ 5 മണിയോട് കൂടിയാണ് സിത്താരയിലേക്ക് എത്തിയത്. പിന്നീട് മന്ത്രിമാരായ AK ശശീന്ദ്രൻ, PM മുഹമ്മദ് റിയാസ്, ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ തുടങ്ങിയ നിരവധി പേർ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി 10:30 കൂടി മുഖ്യമന്ത്രി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ എനിക്കൊപ്പം ഇപ്പോൾ മനോരമയുടെ ഫോട്ടോഗ്രാഫറായിരുന്ന P മുസ്തഫ എനിക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്കറിയാം MT ഒരുപാട് ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എടുത്ത, അല്ലെങ്കിൽ അതിലൊക്കെ ഭൂരിഭാഗവും എടുത്ത ഒരു ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ് അദ്ദേഹം. MT എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടൽപ്പാലത്തിനടുത്ത് നിൽക്കുന്ന ഫോട്ടോ പലപ്പോഴും എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നൊരു ഫോട്ടോ. അതേപോലെ തന്നെ ഒരുപാട് ഫോട്ടോകൾ മുസ്തഫ എടുത്തിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു 45-50 വർഷത്തോളമായി വാസേട്ടനെ MTയെ പിന്തുടരുന്ന ഒരാളാണ് ഫോട്ടോ എടുത്തിട്ട്. അപ്പോൾ മറ്റൊരാൾക്ക് അധികം കിട്ടാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ഒരു ഉണ്ട് ശരിക്കും. കാരണം മറ്റുള്ളവർക്ക് കിട്ടാത്തത് എന്നാൽ അത് കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് വാസുവേട്ടനായിട്ടുള്ളൊരു അടുപ്പം വന്നത്. പിന്നെ നമ്മളെങ്ങനെ നിൽക്കുന്നുള്ളതായിരിക്കും. പിന്നെ MTയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സെലക്റ്റീവാണ് അദ്ദേഹം. ഓരോ ആൾക്കാരെ പിന്നെ അടുപ്പമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെ കണിശമായിട്ടുള്ള ഒരാളാണ്. എല്ലാവരും ഒന്നും അടുപ്പിക്കില്ല. എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള MTയുടെ പടങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും. കാരണം മറ്റു പലരും പടങ്ങൾ വാസുവേട്ടനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയാണ് വിളിക്കാറുള്ളത്. എന്നെ വിളിക്കാം. മറ്റു ഫോട്ടോഗ്രാഫർമാരെ വിളിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മുമ്പ് പുനലൂർ രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. കോഴിക്കോട്ടെ സാഹിത്യകാരന്മാരുടെ കൂടെയൊക്കെ നടന്നിട്ട് ഫോട്ടോ എടുത്ത ഒരാൾ. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു. പിന്നീട് ഞാനാണ് ആ പുനലൂർ രാജൻ പോയതിന് ശേഷം പിന്നെ ഞാനാണ് വരുന്നത്. അപ്പോൾ MT പിന്നെ 2ാം ഊഴം എഴുതുന്ന സമയത്ത്, അതായത് കലാകൗമുദിക്ക് വേണ്ടി 2ാം ഊഴം എഴുതുന്ന സമയത്ത് അതിൻ്റെ കവർ ചിത്രവും അല്ലാതെ കുറച്ച് പടം വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പിന്നെ കലാകൗമുദി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് എടുത്ത്. അങ്ങനെയാണ് കൂടുതൽ വാസുവേട്ടനായിട്ട് അടുക്കുന്നത്. ഏതാണ്ട് അന്ന് ഞാനൊരു കുറേ പടങ്ങളെടുത്തു. അപ്പോൾ ജയേന്ദ്രൻ സാറാണ് കലാകൗമുദിൻ്റെ എഡിറ്റർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല കുറേ പടങ്ങൾ വേണം മുസ്തഫ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പടങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ബെസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് വാസുവേട്ടനെ കൊണ്ട് കാണിക്കുക ചെയ്തത്. സിതാര വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചത് ഇതാണ് പടങ്ങൾ. അപ്പോൾ അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് 10 പടങ്ങളെടുത്തു. 10 പടങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതിൻ്റെ 10ൻ്റെ 10 കോപ്പി വീതം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് തന്നെ നേരത്തെ ജയേന്ദ്ര സാർ പറഞ്ഞിരുന്നു ഒരിക്കലും സാമ്പത്തികം ഒന്നും ചോദിക്കുന്നത് കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. പൈസ ചോദിക്കുന്നില്ല, ഞാൻ അവിടുത്തെ സ്റ്റാഫായിരുന്നു. അപ്പോൾ ഈ 10 എണ്ണത്തിൻ്റെ 10 പടം 100 കോപ്പിയാണ് എന്നോട് ആദ്യമായിട്ട് വാസുവേട്ടൻ കൊണ്ടുപോകുന്നത്. വെച്ചാൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള പടങ്ങളായിരിക്കും ചിലപ്പോൾ അത്. അങ്ങനെയാണ് ആ ബന്ധം വരുന്നത്. ശരിക്കും അന്ന് നമ്പൂതിരി വരയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത്. MTയെ വീടിൻ്റെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് നമ്പൂതിരി വരച്ചു കുറേ കഴിഞ്ഞിട്ട് വരച്ചത് MTക്ക് കാണിച്ചു കൊടുത്തപ്പോൾ MT പറഞ്ഞു ഇത് ഞാൻ കിരാതനെ പോലെ ഇരിക്കുന്നത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളത് തുറന്ന് പറയുക എന്നുള്ളതാണ്. പിന്നെ നമ്പൂതിരി വീണ്ടും വരച്ചു. അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നാണ് ശരിക്കും ഈ 2ാം ഊഴത്തിൻ്റെ ഈ മഹാഭാരതത്തിൽ യുദ്ധമൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കലാകൗമുദിയിൽ വന്ന് പ്രസിദ്ധീകരിച്ച നമ്പൂതിരിൻ്റെ വരകളുടെ മനോഹരമായി ഭയങ്കര എഴുത്തും വരയും കൂടെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, അത്ര ഒരു രസമായിരുന്നുള്ളതാണ്. പിന്നെ MTയോടുള്ള അടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രങ്ങളുടെ ആവശ്യത്തിന് അല്ലാതെ ഞാൻ പോയിട്ട് എടുക്കായിരുന്നു. ഇപ്പം നമ്മുടെ കേരളകൗമുദിയിൽ നിന്ന് മാറി ഞാൻ മനോരമയിൽ എത്തിയതിന് ശേഷം അപ്പോൾ വാസുവേട്ടൻ ഡൽഹിയിൽ വരികയാണെങ്കിലും പോയി കേരള ഹൗസിലൊക്കെ പോയിട്ട് ഞാൻ പടം എടുക്കായിരുന്നു എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ബന്ധം ഉണ്ടായത്. ഇപ്പോൾ 2 തവണ ദേശീയ അവാർഡ് വാങ്ങുന്ന ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് R വെങ്കട്ടരാമൻ്റെ കയ്യിൽ നിന്നാണ് ഒരു തവണ തിരക്കഥക്കുള്ള ദേശീയ അവാർഡ് വാങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് 93 94 മറ്റാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു പടത്തിനും അങ്ങനെ വെങ്കട്ടരാമൻ കഴിഞ്ഞിട്ട് ശങ്കർദയാൽ ശർമ്മേൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ഫോട്ടോ, അതൊക്കെ ഞാൻ MTക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നത്. അതിനൊപ്പം തന്നെ നമ്മളെപ്പോഴും പറയാറ് MTയുടെ ഒരു ചിരിച്ച പടം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്.